പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDF ജാഥയിൽ ആദ്യം പ്രസംഗിക്കാൻ ക്ഷണിക്കാത്തതിൽ അരിശം പൂണ്ട് ഷാഫി പറമ്പിൽ. പ്രതിഷേധിച്ച വേദിയിൽ നിന്നിറങ്ങിപ്പോകാൻ ശ്രമിച്ച ഷാഫിയെ നേതാക്കൾ ഇടപെട്ട് പിടിച്ചു നിർത്തി. സതീശന് ശേഷം വിളിച്ചപ്പോൾ ഒറ്റ വരിയിൽ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തു. വേദിയിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങളാണ്. വി.ഡി. സതീശന്റെ ജാഥ കുറ്റ്യാടിയിലെത്തിയപ്പോഴായിരുന്നു നാടകീയ സംഭവങ്ങൾ. അധ്യക്ഷനായിരുന്ന DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ സതീശൻ എത്തിയതോടെ അദ്ദേഹത്തെ പ്രസംഗിക്കാനായി വിളിക്കുകയായിരുന്നു. സംസാരിക്കാൻ തയ്യാറായി മൈക്കിനടുത്തേക്ക് എത്തിയ ഷാഫി പറമ്പിൽ ഇതോടെ രോഷാകുലനായി. അധ്യക്ഷനെ തള്ളിമാറ്റുകയും ചെയ്തു. ഏറ്റവും പ്രിയങ്കരനായ പാറക്കൽ അബ്ദുള്ളയും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ള നേതാക്കളും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഷാഫി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവാനും ശ്രമിച്ചു. നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ചാണ് സതീശന്റെ പ്രസംഗം കഴിയും വരെ ഷാഫിയെ വേദിയിൽ പിടിച്ചു നിർത്തിയത്. വേദിയിലെ തിക്കിനും തിരക്കിനുമിടയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ താഴെ വീണുകയും ചെയ്തു. സ്ഥലത്തെ പ്രധാന നേതാവായ പാറക്കൽ അബ്ദുള്ളയ്ക്ക് വേദിയിലിരിക്കാൻ സീറ്റും ലഭിച്ചില്ല. താനിനി പ്രസംഗിക്കാനില്ലെന്ന് പറഞ്ഞ ഷാഫി DCC ജനറൽ സെക്രട്ടറിയെ തടഞ്ഞുവെക്കുകയും ചെയ്തു. മൈക്കിനരികിലെത്തിയ DCC ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ പിന്നീടാണ് ഷാഫിയെ പ്രസംഗിക്കാനായി വിളിച്ചത്. താൻ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒറ്റവരിയിൽ പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല, ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. ഷാഫിയെ സംസാരിപ്പിക്കാതെ ബോധപൂർവം വൈകിച്ചുവെന്ന ആക്ഷേപം ഷാഫി അനുകൂലികളും ഉയർത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.